ഹായ് എവ്രി വൺ. നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 7th ചാപ്റ്ററാണ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്, ദെൻ അതിൽ രണ്ടിലും കോമൺലി യൂസ് ചെയ്യുന്ന മറ്റ് മെത്തേഡുകൾ ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. സോ ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോണത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് ഒരു പോപ്പുലേഷന് സാമ്പിൾസ് ഡ്രോൺ ചെയ്യുന്നു. ദെൻ ആ സാമ്പിൾസിനെ സ്റ്റഡി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ പോപ്പുലേഷനിലേക്ക് ആ സാമ്പിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഡ്രോൺ ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസ് പോപ്പുലേഷൻ പാരാമീറ്ററിലേക്ക് ജനറലൈസ് ചെയ്യാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിൽ പോപ്പുലേഷൻ നമുക്ക് എപ്പോഴും ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് എൻറ്റയർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് യൂണിവേഴ്സ് സ്റ്റഡി ചെയ്യാൻ പറ്റണം എന്നില്ല. സോ അതുകൊണ്ടാണ് പോപ്പുലേഷന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളുള്ള സാമ്പിൾസിനെ സെലക്ട് ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്നുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറലൈസ് ചെയ്യുന്നു, അതായത് എൻറ്റയർ പോപ്പുലേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് ചെയ്യുന്നത് പോപ്പുലേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. ദെൻ ആ സാമ്പിൾസിനെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസ് ജനറലൈസ് ചെയ്യുന്നു. ദെൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഡീൽ ചെയ്യുന്നത് മെയിൻലി 2 പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസ് ആൻഡ് സെക്കൻഡ് വൺ എസ്റ്റിമേഷൻ. ഹൈപ്പോതെസിസിനെ ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എസ്റ്റിമേഷൻ, ഈ 2 കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് നോക്കാനുള്ളത് ഹൈപ്പോതെസിസ് എന്താ അല്ലെങ്കിൽ ഹൈപ്പോതെസിസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഹൈപ്പോതെസിസ്? നമുക്ക് ഫെമിലിയർ ആണ്, ഹൈപ്പോതെസിസ് എന്നുള്ള ഒരു ടേം ഫെമിലിയർ ആണ്, നമ്മൾ പ്രോബ്ലംസ് വർക്ക് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഹൈപ്പോതെസിസ് എന്താ അല്ലെങ്കിൽ നൾ ഹൈപ്പോതെസിസ് എന്താ, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് എന്താ, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാം അറിയാം. കാരണം QT ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. യെസ്, ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് സബ്ജക്ട് ടു വെരിഫിക്കേഷൻ. അതായത് ഒരു പോപ്പുലേഷനെ സംബന്ധിച്ച് നമ്മൾ പ്രിസൈസ്ലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസംഷനെയാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷൻ പാരാമീറ്ററുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഇറ്റ് ഈസ് സബ്ജക്ട് ടു വെരിഫിക്കേഷൻ. അത് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഒരു അസംഷൻ മാത്രമാണ്. So hypothesis is a assumption which made about a population parameter and it is subject to verification. Then testing of hypothesis. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു അസംഷൻ, അത് വാലിഡ് ആണോ അല്ലയോ അല്ലെങ്കിൽ വാലിഡ് ഓർ നോട്ട്, അത് എക്സാമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഈസ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ഹൈപ്പോതെസിസ്. നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പോതെസിസ് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഒരു ഹൈപ്പോതെസിസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഹൈപ്പോതെസിസ് എപ്പോഴും ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം, കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി capable ഓഫ് ബീങ് ടെസ്റ്റഡ്. നമ്മൾ പറഞ്ഞു ഹൈപ്പോതെസിസ് ഈസ് സബ്ജക്ട് ടു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അത് വെരിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. സോ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ ഏബിൾ ആയിരിക്കണം, capable ആയിരിക്കണം. Then it should be stated in simple terms. ഹൈപ്പോതെസിസ് നമ്മൾ സിമ്പിൾ ടേംസിലാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ദെൻ വാരിയബിൾസിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്തിലൂടെ കാണിക്കണം, ഹൈപ്പോതെസിസിൽ കൃത്യമായിട്ടും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഹൈപ്പോതെസിസ് സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ തന്നെ നോൺ ഫാക്ട്സ് അതിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൽ ഉൾക്കൊള്ളിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പോതെസിസിന്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഹൈപ്പോതെസിസ് ക്ലിയർ ആയിരിക്കണം,
പ്രിസൈസ് ആയിരിക്കണം, അത് ഇറ്റ് മസ്റ്റ് ബി capable ഓഫ് ബീങ് ടെസ്റ്റഡ്, അതായത് ടെസ്റ്റ് ചെയ്യാൻ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, സിമ്പിൾ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ് അതവിടെ സ്റ്റേറ്റ് ചെയ്യണം, സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് നോൺ ഫാക്ട്, നമുക്ക് അറിയുന്ന ഫാക്ട്സുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അതിൽ ആ ഒരു ഹൈപ്പോത്തസിസ് അസോസിയേറ്റ് ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പോത്തസിസിന്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി ആ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്സ് ആണ് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ്, സ്റ്റേറ്റ് ദ പ്രോബ്ലം. നമ്മുടെ റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ചെയ്യണം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ സെറ്റപ്പ് എ ഹൈപ്പോത്തസിസ്, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലത്തിന് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ദെൻ ദ തേർഡ് വൺ, ഡിസൈഡ് എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, അത് ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതായത് അതിൽ എത്രമാത്രം ഡിഫറൻസസ് അല്ലെങ്കിൽ എത്രമാത്രം വാരിയേഷൻസ് വരാം, ആ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ ടേബിൾ വാല്യൂ കമ്പയർ ചെയ്ത് ആ ഒരു ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ ആ ഒരു ഡിസിഷനിൽ നമ്മൾ എത്തിച്ചേരണം. സോ ആദ്യം റിസർച്ച് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യണം, ദെൻ ഹൈപ്പോത്തിസിസ് സെറ്റപ്പ് ചെയ്യണം, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാണോ വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെലക്ട് ചെയ്യണം, ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യണം, ദെൻ ഡിസിഷനിൽ എത്തിച്ചേരണം. സോ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റേജസിലൂടെയാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റേജ്, സ്റ്റേറ്റ് ദ പ്രോബ്ലം. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് കൃത്യമായിട്ടും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയിട്ട്, പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യണം. ആ പ്രോബ്ലം ക്ലിയർ ആയി സ്റ്റേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്ററിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു അസംഷനിൽ എത്തിച്ചേരാൻ പറ്റൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നോക്കുമ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്താണ് ഹൈപ്പോത്തസിസ് ഉള്ളത്. സോ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം, ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് സെറ്റപ്പ് എ ഹൈപ്പോത്തസിസ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് എന്നുള്ളത് ഒരു അസംഷൻ ആണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ മുകളിൽ നമ്മൾ നടത്തുന്നത്. സോ പൊതുവെ രണ്ട് തരത്തിലാണ് ഹൈപ്പോത്തസിസ്, 2 ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് ഒരു റിസർച്ചർ ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് വൺ നൾ ഹൈപ്പോത്തസിസും സെക്കൻഡ് വൺ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. ഇതിൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഹൈപ്പോത്തസിസ് ആണ്. എപ്പോഴും ഒരു നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒറിജിനൽ ഹൈപ്പോത്തസിസിൽ റിസർച്ചർ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ there is no significant difference between the sample and population. അതായത് നമ്മുടെ പോപ്പുലേഷനും സാമ്പിളും തമ്മിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസും ഇല്ല. there is no significant differences between sample and population. അതാണ് എപ്പോഴും ഒരു ഒറിജിനൽ ഹൈപ്പോത്തസിസിൽ അല്ലെങ്കിൽ ഒരു നൾ ഹൈപ്പോത്തസിസിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു വേർഡ് നൾ എന്നുള്ള ഒരു വേർഡ് മീൻ ചെയ്യുന്നത് ഇൻവാലിഡ് അല്ലെങ്കിൽ വോയിഡ്, എമൗണ്ട് ടു നത്തിങ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഒരു ഡിഫറൻസസും ഇല്ല അല്ലെങ്കിൽ ഒരു വാരിയേഷനും ഇല്ല സാമ്പിളും പോപ്പുലേഷനും, അവിടെ ഒരു ഇത് ഇൻവാലിഡ് ആണ്. സോ അതാണ് നൾ ഹൈപ്പോത്തസിസിലൂടെ നമ്മൾ കാണിക്കുന്നത്. ആ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H0 ആണ്. ദെൻ ഫോർ എക്സാമ്പിൾ ഒരു നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. Suppose we want to test whether a medicine is effective in curing cancer. അതായത് ഒരു ക്യാൻസർ സുഖപ്പെടുത്തുന്നതിന് ഒരു മെഡിസിൻ എഫക്റ്റീവ് ആണോ അല്ലയോ അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മുടെ റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അതാണ്. സോ അവിടെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദ മെഡിസിൻ ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ ക്യൂറിങ് ക്യാൻസർ. ആ ഒരു ക്യാൻസർ ഭേദാക്കുന്നതിൽ ആ ഒരു മെഡിസിൻ എഫക്റ്റീവ് അല്ല. കാരണം അത് എന്തുകൊണ്ട് എഫക്റ്റീവ് അല്ല അങ്ങനെ നമ്മൾ കൊടുക്കാൻ കാരണം എന്താ, there is no significant difference between the given medicine and other medicines in curing cancer disease. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തെ ഭേദപ്പെടുത്തുന്നതിൽ
നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ള ആ ഒരു മെഡിസിനും അതുപോലെ തന്നെ മറ്റു മെഡിസിൻസും തമ്മിൽ there is no significant difference, അവിടെ വ്യത്യാസം ഇല്ല. അതാണ് null hypothesis നമ്മൾ കാണിച്ചിട്ടുള്ളത് H0. Then next one, alternative hypothesis. Alternative hypothesis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യണത്, ഈ null hypothesisനെ പുറമെ നമ്മൾ അതിന് in addition to null hypothesis നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് alternative hypothesis. അതായത് null hypothesis നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ഈ alternative hypothesis നമ്മൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. സോ alternative hypothesis എന്ന് പറയുന്നത് null hypothesisന് പുറമെ നമ്മൾ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന ഹൈപ്പോതെസിസ് ആണ്. null hypothesis റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, the other hypothesis, that alternative hypothesis അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. then നമ്മുടെ alternative hypothesis ഡിനോട്ട് ചെയ്യുന്നത് H1 എന്നുള്ള ഒരു ഇതിലൂടെയാണ്. H0 null hypothesis, H1 ഡിനോട്ട് ചെയ്യുന്നത് alternative hypothesis. then നമുക്കിപ്പോൾ നേരത്തെ തന്നിട്ടുള്ള ഒരു സെയിം എക്സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the medicine is effective in curing cancer. ക്യാൻസർ സുഖപ്പെടുത്തുന്നതിൽ ആ ഒരു മെഡിസിൻ എഫക്റ്റീവ് ആണ്. അതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് വരിക. because there is a significant difference between the given medicine and other medicines in curing cancer disease. ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഡിസീസ് സുഖപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ മാറ്റുന്നതിന് നമുക്ക് തന്നിട്ടുള്ള മെഡിസിനും മറ്റ് മെഡിസിൻസും തമ്മിൽ there is a significant difference. അവിടെ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. സോ ഈ ഒരു മെഡിസിൻ എന്താണ്, ക്യാൻസർ മാറ്റുന്നതിന് എഫക്റ്റീവ് ആണ്. സോ അതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് വരുന്നത്. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തു, ദെൻ ഹൈപ്പോതെസിസ് രണ്ട് രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നൾ ഹൈപ്പോതെസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ഉണ്ട്. നൾ ഹൈപ്പോതെസിസ് ഡിനോട്ട് ചെയ്യുന്നത് H0, ദെൻ ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ H1. നൾ ഹൈപ്പോതെസിസ് റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നൾ ഹൈപ്പോതെസിസിൽ എപ്പോഴും കാണിക്കുന്നത് there is no significant difference between sample and population parameter. പോപ്പുലേഷനും സാമ്പിളും തമ്മിൽ there is no significant difference. അതാണ് null hypothesis അല്ലെങ്കിൽ ഒറിജിനൽ ഹൈപ്പോതെസിസിൽ കാണിക്കുന്നത്. എന്നാൽ H1 അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസിൽ പറയണത് സാമ്പിളും പോപ്പുലേഷനും തമ്മിൽ അവിടെ there is a significant difference. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഡിസൈഡഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നമ്മുടെ null hypothesis അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ പോപ്പുലേഷനിൽ ഡ്രാ ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിൾസ് അതിൻ്റെ മേലെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്താണ് നമ്മളത് ആ ഒരു നൾ ഹൈപ്പോതെസിസ് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായി കോമൺലി യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ. സോ ഇതിൽ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യണം, കൈ സ്ക്വയർ വേണോ, എഫ് ടെസ്റ്റ് വേണോ, സെറ്റ് ടെസ്റ്റ് വേണോ, ടി ടെസ്റ്റ് വേണോ, ഇതിൽ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് തേർഡ് സ്റ്റേജിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജിൽ ഹൈപ്പോതെസിസ് സെറ്റ് ചെയ്തു, നൾ ഹൈപ്പോതെസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസും. തേർഡ് സ്റ്റേജിൽ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. ദെൻ ഇനി ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെലക്ട് ചെയ്യുക. സെലക്ട് എ സ്യൂട്ടബിൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഹൈപ്പോതെസിസ് നമ്മൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാണ്. സോ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നൾ ഹൈപ്പോതെസിസ് ട്രൂ ആണെന്നുണ്ടെങ്കിലും നമുക്കത് മേ ബി റിജക്ട് ചെയ്യേണ്ടി വരാം. കാരണം ദർ ഇസ് എ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതായത് അവിടെ കുറച്ചൊരു വാരിയേഷൻ അല്ലെങ്കിൽ കുറച്ചൊരു ഡിഫറൻസസിനുള്ള സാധ്യതയുണ്ട്. സോ എത്രമാത്രം വാരിയേഷൻസ് വരെ നമുക്ക് അഫോർഡ് ചെയ്യാം അല്ലെങ്കിൽ എത്രമാത്രം ഡിഫറൻസസ് വരെ നമുക്ക് അഫോർഡ് ചെയ്യാം, അതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യണത്, കാൽക്കുലേറ്റ് ചെയ്യണത്. പൊതുവെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുള്ളത് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഒക്കെയാണ് നമ്മൾ എടുക്കുക. 1%ഉം 5%ഉം. ദാറ്റ് മീൻസ് ആ 1% റിസ്ക് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു 5% റിസ്ക് അല്ലെങ്കിൽ 5% വാരിയേഷനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് ഡ്രോ ചെയ്തു. ആ സാമ്പിൾസിനെ പഠിക്കുമ്പോൾ പോപ്പുലേഷനുമായി റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 5% വരെ അല്ലെങ്കിൽ 1% വരെ വ്യത്യാസം വരാൻ, ഡിഫറൻസസ് വരാൻ
സാധ്യതയുണ്ട്. അതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇനി നമ്മുടെ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തു, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു, ദെൻ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെലക്ട് ചെയ്തു, ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രമാത്രം വേരിയേഷൻ നമുക്ക് അഫോർഡ് ചെയ്യാം, നമുക്കത് ഇതാക്കാം, അത് നമ്മൾ തീരുമാനിച്ചു. ഇനി ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അതായത് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സാമ്പിൾസിന്റെ മീതെ ആ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇത്തരത്തിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ടെസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് ആണ്. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഈക്വൽ ടു ഡിഫറൻസസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇതാണ് ഒരു ജനറൽ ഫോർമുല. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ജനറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്. ദെൻ ഓരോ ടെസ്റ്റിനനുസരിച്ച് എഫ് അല്ലെങ്കിൽ Z30 chi-square എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ട്. ഇനി ആറാമത്തെ സിക്സ്ത് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുക. അതായത് നമ്മുടെ സാമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്തു, അതിന്ന് വാല്യൂ ഡ്രാൺ ചെയ്തു, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വാല്യൂ ഡ്രാൺ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നിന്ന് അതിന്റെ ഒബ്സർവ്ഡ് വാല്യൂസിനെ ബേസ് ചെയ്ത് അതിന്റെ ഒരു പ്രോബബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടേബിൾ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം നോർമൽ ടേബിൾസ് നിന്ന്. സോ അതാണ് ആറാമത്തെ സ്റ്റേജ് വരുന്നത്. ദെൻ ഏഴാമത്തെ സ്റ്റേജിൽ നമ്മുടെ ടേബിൾ വാല്യൂ അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അത് രണ്ടും കമ്പയർ ചെയ്ത് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ, ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക്, ആ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുകയാണ്. കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്യുകയാണ്. നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നു. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് മോർ ദാൻ ടേബിൾ വാല്യൂ, കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് അതിൻ്റെ ഒരു പ്രൊസീജിയറിൽ പറയണത്. 7 സ്റ്റെപ്പ് അല്ലെങ്കിൽ 7 സ്റ്റേജസിലൂടെയാണ് കടന്നു പോണത്. ഇനി ഈ ഒരു ഏരിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റ് 1-2 ടേംസ് ആണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് വിച്ച് ക്യാൻ ബി അസ്യൂംഡ് ബൈ സം സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ടഡ് ഫ്രം സാമ്പിൾസ് ഓഫ് ദി സെയിം സൈസ് randomly drawn from the same population. അതായത് ഒരു സെയിം പോപ്പുലേഷനിൽ നമ്മൾ റാൻഡംലി ഡ്രോൺ ചെയ്യുന്ന സെയിം സൈസ് ഓഫ് സാമ്പിൾസ് അതിനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ അതിനെയാണ് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള ഒരു ടേം വെച്ച് മീൻ ചെയ്യണത്. ഇനി ഈ സ്റ്റാൻഡേർഡ് എറർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റാൻഡേർഡ് എറർ ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് എ ഗിവൺ ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് എറർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു സാമ്പിളിന്റെ റിലയബിലിറ്റി എത്രമാത്രം ഉണ്ട് അത് മനസ്സിലാക്കാൻ സ്റ്റാൻഡേർഡ് എറർ നമുക്ക് സഹായകമാവുന്നുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ, അതായത് ഒരു പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വാല്യൂവിലായിരിക്കും ലൈ ചെയ്യുന്നത്, അവിടെ ആയിരിക്കും എന്നുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിലും സ്റ്റാൻഡേർഡ് എറർ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തത്. അതിൽ 2 കാര്യങ്ങളാണ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിൽ വരുന്നത്. ഫസ്റ്റ് വൺ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും എസ്റ്റിമേഷൻ. അതിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പോപ്പുലേഷൻ്റെ മുകളിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മുകളിൽ നമ്മൾ നടത്തുന്ന ഒരു അസംഷനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു വെരിഫിക്കേഷൻ. ദെൻ അതുപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. 7 സ്റ്റേജ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും സെറ്റപ്പ് ചെയ്യുന്നു. ദെൻ ഏത് ടെസ്റ്റ്
സെറ്റ് ടെസ്റ്റ് വേണോ, എഫ് ടെസ്റ്റ് വേണോ, ടി ടെസ്റ്റ് വേണോ, ഏതാന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, എത്ര വേരിയേഷൻ അല്ലെങ്കിൽ എത്ര ഡിഫറൻസസ് വരെ നമുക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാം. ദാറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% ആണോ 5% ആണോ അത് സെലക്ട് ചെയ്യുന്നു. ദെൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്ത് ആ ഒരു സാമ്പിളിൽ നിന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ആ വാല്യൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്ത് അതുമായി കമ്പയർ ചെയ്ത് ആ ഒരു നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ഡിസിഷനിൽ എത്തിച്ചേരുന്നു. നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്.